ടി.പി. വധക്കേസിൽ ശിക്ഷ വർദ്ധിപ്പിക്കാതിരിക്കാൻ കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ എന്ന് പ്രതികളോട് ഹൈക്കോടതി. നിരപരാധികളെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അടക്കമുള്ള അപ്പീലുകൾ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ വർദ്ധിപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് നിരപരാധികളാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുമായിരുന്നു പ്രതികളുടെ മറുപടി. പ്രതികളിൽ 11 പേരെ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു പ്രതിയായ ജ്യോതിബാബുവിനെ ഓൺലൈനായും ഹാജരാക്കി. താൻ നിരപരാധിയാണെന്നായിരുന്നു ഒന്നാം പ്രതി MC അനൂപ് കോടതിയിൽ വ്യക്തമാക്കിയത്. ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും പ്രതി പറഞ്ഞു. കിർമാണി മനോജും കൊടിസുനി അടക്കമുള്ള മറ്റെല്ലാ പ്രതികളും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെട്ടു. ഡയാലിസിസ് ഇന്ന് വൈകിട്ട് 3 നടത്താനുള്ളതിനാലാണ് ജ്യോതിബാബുവിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാതിരുന്നത്. നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ടെന്നും അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും ജ്യോതിബാബു കോടതിയെ അറിയിച്ചു. അനുജന്റെ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ വ്യക്തമാക്കി. കുടുംബ പ്രാരാബ്ധങ്ങൾ കോടതിക്ക് മുന്നിൽ അറിയിച്ച് ശിക്ഷ കുറച്ചു നൽകണമെന്നാണ് പ്രതികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന പ്രതിഭാഗം ആവശ്യം അംഗീകരിച്ച കോടതി പ്രതികളുടെ മാനസികാരോഗ്യ നില സംബന്ധിച്ച റിപ്പോർട്ട്, ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് തുടങ്ങിയവ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും കൈമാറാനും നിർദ്ദേശിച്ചു. അപ്പീലുകൾ ഹൈക്കോടതി നാളെയും പരിഗണിക്കും. കോടതി നടപടിക്രമങ്ങൾ കേൾക്കാനായി ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ജനം, കൊച്ചി.